കേരളത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പെരുമ്പാവൂർ എന്ന പ്രദേശം ഇന്ന് അത് വെറുമൊരു പട്ടണമല്ല, മറിച്ച് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹികവും സാമ്പത്തികവുമായ മാറ്റത്തിന്റെ നേർചിത്രമാണ്. ഒരു കാലത്ത് മരവ്യവസായത്തിന് പേരുകേട്ട ഈ പ്രദേശം ഇന്നറിയപ്പെടുന്നത് കേരളത്തിലെ മിനി ഇന്ത്യ അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ അനൗദ്യോഗിക തലസ്ഥാനം എന്ന നിലയിലാണ്. ഞായറാഴ്ചകളിൽ പെരുമ്പാവൂർ ടൗണിലൂടെ സഞ്ചരിച്ചാൽ നാം കേരളത്തിലാണോ അതോ പശ്ചിമ ബംഗാളിലെ ഏതെങ്കിലും ഗ്രാമത്തിലാണോ എന്ന് സംശയിച്ചു പോകുന്ന തരത്തിൽ കാഴ്ചകൾ മാറിയിരിക്കുന്നു. എന്നാൽ ഈ മാറ്റം ഉപരിപ്ലവമായ ഒന്നല്ല. തൊഴിൽ തേടിയെത്തുന്ന പാവപ്പെട്ട മനുഷ്യർ എന്നതിലുപരി നിയന്ത്രണമില്ലാതെ കുടിയേറ്റം സൃഷ്ടിക്കുന്ന ഗുരുതരമായ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്കും ലഹരി മാഫിയയുടെ പിടിയിലേക്കും ഒരു പ്രദേശം എങ്ങനെ വഴുതി വീഴുന്നു എന്നതിൻ്റെ ഭയപ്പെടുത്തുന്ന ഉദാഹരണമായി പെരുമ്പാവൂർ മാറിക്കഴിഞ്ഞു. അടുത്ത കാലത്തായി പെരുമ്പാവൂരിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ ഒട്ടും ആശാവഹമല്ല. ജനസാന്ദ്രതയേറിയതും തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്നതുമായ ഇടങ്ങളിൽ കുറ്റകൃത്യങ്ങളുടെ തോത് വർദ്ധിച്ചു വരുന്നു എന്നത് പല മാധ്യമ റിപ്പോർട്ടുകളും ശരിവെക്കുന്നു. സാധാരണക്കാർക്ക് നടക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പല തെരുവുകളും മോശം പ്രവണതകളുടെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. പെരുമ്പാവൂർ നൽകുന്നത് ഒരു പ്രാദേശിക പ്രശ്നത്തിന്റെ സൂചന മാത്രമല്ല, മറിച്ച് കേരളം മുഴുവൻ നേരിടാൻ പോകുന്ന വലിയൊരു വെല്ലുവിളിയുടെ മുന്നറിയിപ്പാണ്. അതിഥി തൊഴിലാളികൾ തീവണ്ടി കയറി വരുമ്പോൾ അവരുടെ തൊഴിൽ ശേഷി മാത്രമല്ല, നമ്മുടെ സാമൂഹിക സുരക്ഷയെ ബാധിക്കുന്ന പല ഘടകങ്ങളും കൂടെ എത്തുന്നുണ്ട്. പുറമേ നാം കാണുന്നതിലും എത്രയോ ഭീകരമാണ് ഇവർക്കിടയിൽ പ്രവർത്തിക്കുന്ന ലഹരി മാഫിയയുടെ സ്വാധീനം. നരമുണ്ടോ ഖേല പോലെയുള്ള അന്യസംസ്ഥാന ആചാരങ്ങളുടെയോ വിനോദങ്ങളുടെയോ മറവിൽ നടക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ്. കേരളത്തിൻ്റെ തൊഴിൽ മേഖലയിൽ വന്ന മാറ്റമാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം. കഠിനാധ്വാനം ആവശ്യമുള്ള ജോലികളിൽ നിന്ന് മലയാളി യുവതലമുറ ബോധപൂർവം അകലം പാലിക്കുമ്പോൾ ആ വിടവ് കൃത്യമായി മുതലെടുക്കാൻ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് സാധിക്കുന്നു. നിർമ്മാണ മേഖല മുതൽ ഹോട്ടൽ പണികൾ വരെയും കഠിനമായ മെക്കാനിക് ജോലികൾ മുതൽ തെരുവോര കച്ചവടങ്ങൾ വരെയും സകല മേഖലകളും ഇന്ന് അവരുടെ കൈകളിലാണ്. ഇതൊരു കുറ്റപ്പെടുത്തലായി കാണേണ്ടതില്ല, തിരിച്ച് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. അവർ അധ്വാനിക്കുന്നു, പണം സമ്പാദിക്കുന്നു, സ്വന്തം നാടുകളിലേക്ക് അയക്കുന്നു. എന്നാൽ ഈ സാമ്പത്തിക ഇടപാടുകൾക്കിടയിൽ സംഭവിക്കുന്ന സാമൂഹികമായ അരക്ഷിതാവസ്ഥയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. കൃത്യമായ രേഖകളില്ലാതെ എവിടെ നിന്ന് വരുന്നുവെന്നോ അവരുടെ ക്രിമിനൽ പശ്ചാത്തലം എന്താണെന്നോ അറിയാതെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ചെറിയ പ്രദേശത്ത് തിങ്ങിപ്പാർക്കുമ്പോൾ അത് നിയമപാലകർക്കും തദ്ദേശവാസികൾക്കും ഒരുപോലെ തലവേദനയായി മാറുന്നു. ഈ അരക്ഷിതാവസ്ഥയുടെ ഏറ്റവും വലിയ തെളിവാണ് പെരുമ്പാവൂരിൽ നാട്ടുകാർക്ക് സ്വയം ബോർഡുകൾ സ്ഥാപിക്കേണ്ടി വന്ന സാഹചര്യം. ലഹരി ഉപയോഗവും അനാശാസ്യ പ്രവർത്തനങ്ങളും വർദ്ധിച്ചപ്പോൾ നിയമ സംവിധാനങ്ങളെ മാത്രം കാത്തു നിൽക്കാതെ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. പെരുമ്പാവൂർ വെങ്ങോലയ്ക്കടുത്ത് കണ്ടത്തറയിലെ ഭായ് കോളനിക്ക് സമീപം നാട്ടുകാർ സ്ഥാപിച്ച ബോർഡ് വലിയ ചർച്ചയായിരുന്നു. കഞ്ചാവ്, മരുന്ന്, പെണ്ണ് എന്നിവയ്ക്കായി ഇങ്ങോട്ട് വന്നാൽ തല്ലും എന്നതായിരുന്നു ബോർഡിലെ മുന്നറിയിപ്പ്. ഇത് കേവലം ഒരു ഭീഷണിയല്ല, മറിച്ച് തങ്ങളുടെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും ഭീഷണിയാകുമ്പോൾ സാധാരണക്കാർ നടത്തുന്ന പ്രതിരോധമാണ്. ഈ ബോർഡ് സ്ഥാപിച്ചതിന് ശേഷം ശല്യം കുറവാണെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ലഹരി മാഫിയയ്ക്കും ക്രിമിനൽ സംഘങ്ങൾക്കും നിയമത്തേക്കാൾ ഭയം ജനങ്ങളുടെ സംഘടിത ശക്തിയെയാണെന്നാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ പെരുമ്പാവൂർ പട്ടണം അക്ഷരാർത്ഥത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ നിയന്ത്രണത്തിലാകും. മലയാളികൾ ആ ഭാഗത്തേക്ക് പോകാൻ മടിക്കുന്ന സാഹചര്യം പോലുമുണ്ട്. തിയേറ്ററുകളിൽ അവർക്കായി പ്രത്യേക ഷോകൾ, അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ, ഭക്ഷണം, മാഗസിനുകൾ എന്നിവ വിൽക്കുന്ന വിപണികൾ എന്നിവയെല്ലാം സജീവമാണ് അവിടെ. ഇതിൽ തെറ്റില്ലെങ്കിലും ഇതിൻ്റെ മറവിൽ നടക്കുന്ന ലഹരി കച്ചവടമാണ് പ്രധാനം. പെരുമ്പാവൂരിലെ SBI ബാങ്കിൻ്റെ പാർക്കിംഗ് ഏരിയ ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിൽ പകൽ വെളിച്ചത്തിൽ പോലും ലഹരി ഉപയോഗം നടക്കുന്നുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കഞ്ചാവ് മാത്രമല്ല, ഹെറോയിനും MDMA പോലെയുള്ള രാസലഹരികളും ഇവിടെ സുലഭമാണ്. ലഹരി വിരുദ്ധ സമിതികൾ രൂപീകരിച്ച് നാട്ടുകാർ പ്രതിഷേധത്തിന് ഇറങ്ങേണ്ടി വരുന്നത് ഈ സാഹചര്യത്തിലാണ്. പോലീസും എക്സൈസും നടത്തുന്ന പരിശോധനകൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നതിലും എത്രയോ ഇരട്ടി ലഹരി വസ്തുക്കളാണ് ഓരോ ദിവസവും ഇവിടേക്ക് ഒഴുകുന്നത്. ഈ സാഹചര്യത്തെ ഗൗരവമായി കണ്ടുകൊണ്ട് പോലീസ് സംവിധാനവും ശക്തമായ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി KS സുദർശന്റെ നിർദ്ദേശപ്രകാരം പെരുമ്പാവൂർ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഹാർദിക് മീണയുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനകൾ ഇതിന്റെ ഭാഗമാണ്. 100-ലധികം പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസ് അംഗങ്ങളും ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ചേർന്ന് നടത്തിയ ഈ ഓപ്പറേഷൻ പ്രശ്നത്തിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ടെന്ന് തെളിയിക്കുന്നു. ലോഡ്ജുകൾ, മാർക്കറ്റുകൾ, ബസ്സുകൾ എന്നിവ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും രേഖകളില്ലാതെ താമസിച്ചവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, മറിച്ച് കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കേണ്ടി വരുന്ന അനിവാര്യമായ നടപടികളാണ്. കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ജാഗ്രതാ സമിതികൾ രൂപീകരിക്കേണ്ടത് സ്വാഗതാർഹമായ ഒരു മാറ്റമാണ്. പോലീസിന് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇത്.
തദ്ദേശവാസികളെയും ജനപ്രതിനിധികളെയും അന്യസംസ്ഥാന തൊഴിലാളികളുടെ പ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ സമിതികൾക്ക് താഴെത്തട്ടിലുള്ള ചലനങ്ങൾ വേഗത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. വേങ്ങോല, വാഴക്കുളം പഞ്ചായത്തുകളിലെയും പെരുമ്പാവൂർ നഗരസഭയിലെയും ജനപ്രതിനിധികളും രാഷ്ട്രീയ, മത, സാമൂഹ്യ സംഘടനകളുടെ ഭാരവാഹികളും ചേരുന്ന ഈ സമിതി എല്ലാ മാസവും യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത് കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. അന്യസംസ്ഥാന പ്രതിനിധികളെയും ഇതിൽ ഉൾപ്പെടുത്തിയത് വഴി തൊഴിലാളികൾക്കിടയിൽ ബോധവൽക്കരണം നടത്താനും കുറ്റവാളികളെ ഒറ്റപ്പെടുത്താനും സാധിക്കും. നാം തിരിച്ചറിയേണ്ട പ്രധാന കാര്യം അന്യസംസ്ഥാന തൊഴിലാളികളെ മൊത്തത്തിൽ ആട്ടിയോടിക്കുക എന്നതല്ല പരിഹാരമെന്നതാണ്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ചലനത്തിൽ അവരുടെ പങ്ക് വളരെ വലുതാണ്. എന്നാൽ അതിഥി ദേവോ ഭവ എന്ന സങ്കല്പം ലഹരി മാഫിയയ്ക്കും ക്രിമിനലുകൾക്കും ബാധകമല്ല. കൃത്യമായ തിരിച്ചറിയൽ രേഖകൾ ഇല്ലാത്തവർ, ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ, ലഹരി കച്ചവടക്കാർ എന്നിവരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. തൊഴിലുടമകൾ തങ്ങളുടെ തൊഴിലാളികളുടെ കൃത്യമായ വിവരങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. വാടകയ്ക്ക് നൽകുന്ന കെട്ടിട ഉടമകളും ഇതിൽ ജാഗ്രത പാലിക്കണം. പെരുമ്പാവൂർ ഇന്ന് കാണിച്ചു തരുന്നത് നാളത്തെ കേരളത്തിൻ്റെ ചിത്രമാകാൻ സാധ്യതയുണ്ട്. നിയന്ത്രണമില്ലാത്ത കുടിയേറ്റവും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സാംസ്കാരികവും സാമൂഹികവുമായ സംഘർഷങ്ങളും ലഘുവായി കാണേണ്ടതല്ല. തദ്ദേശീയരുടെ സുരക്ഷയും സമാധാനവും ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം തൊഴിലെടുക്കാൻ വരുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും എന്നാൽ അവർ നാടിൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് ഉള്ളിൽ നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം. പെരുമ്പാവൂരിലെ ജനങ്ങൾ ഉയർത്തുന്ന പ്രതിഷേധം കേരളം മുഴുവൻ കേൾക്കേണ്ട ഒന്നാണ്. അത് വെറുമൊരു ക്രമസമാധാന പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ നാടിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ്. ഉണർന്ന് പ്രവർത്തിക്കാൻ ഭരണകൂടത്തിനും പൊതുസമൂഹത്തിനും ഇനിയും വൈകിക്കൂടാ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.